സിമ്പിൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂൺ കൊണ്ട് ചെയ്യുന്നതാണ്. സാറേ ഇത് ഒരു പുഡിംഗ് പോലെ ഉണ്ട് ഇപ്പൊ. അത് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു അല്ലേ? ഇതിന്റെ മേളിലേക്ക് മിൽക്ക് വരും. ഇതാണ് ഞങ്ങൾ മേക്ക് ചെയ്ത 8 കിലോന്റെ സോപ്പ്. മിൽക്കും മഞ്ചിഷ്ടയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഇത് നമുക്ക് ഓൺലൈൻ പഠിച്ച് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു പുതിയൊരു സംഭവം നമ്മുടെ ഹാൻഡ് കൊണ്ട് ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമ്മളുടെ വീട്ടിലെ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് കണ്ടോ, ഇത് 6 മാസം കൊണ്ട് ഉണ്ടാക്കിയ സോപ്പാണ്. ഇത്തരം സോപ്പ് കേരളത്തിൽ പരിചിതമല്ല. സ്കിൻ ഒരിക്കലും റഫായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൂടാതെ നല്ലൊരു ഫ്രഷ്നെസ്സും അതിൻ്റെ ഫ്രാഗ്രൻസും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ഇത് രഞ്ജിനി 6 മാസത്തിന് മുമ്പ് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. സ്വന്തമായിട്ട് വീട്ടിലിപ്പോൾ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പാഷനാക്കി വീണ്ടും ഇതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ കോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. ഞാനൊരു IT പ്രൊഫഷണലാണ്. പക്ഷേ എനിക്ക് ഈ ഹാൻഡ് മേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് വളരെ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് സോപ്പ് മേക്കിംഗ്. അപ്പോൾ അത് ഞാൻ പഠിച്ചു. നമ്മുടെ ഗ്രീൻ വിങ്സിലെ വർഗീസ് സാറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതിന് ശേഷം സോപ്പ് വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സോപ്പുകളാണ്. ഉദാഹരണത്തിന് വെളിച്ചെണ്ണ, പ്യുവർ വെളിച്ചെണ്ണയിൽ ഒരു സോപ്പ് ഉണ്ടാക്കി. ഒരു സോപ്പ് എന്ന് പറയുന്നത് ഏകദേശം 450 ഗ്രാമിൻ്റെ അടുത്ത് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 6 സോപ്പോളം നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാം. പിന്നെ വീട്ടിലുണ്ടായ മഞ്ഞൾ വെച്ചിട്ട് മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കി. പിന്നെ വീട്ടിലുണ്ടായ അലവറ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി. എൻ്റെ വർക്ക് ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇത് വീട്ടിലിരുന്ന് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഇത് ഓൺലൈനിൽ പഠിച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇത് നമുക്ക് ഓൺലൈൻ പഠിച്ച് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തപ്പോൾ അമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മോനാണെങ്കിലും അവരെല്ലാവരും ട്രൈ ചെയ്തു. നമ്മളുടെ വീട്ടിലെ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പിലി അവരെ അക്സെപ്റ്റ് ചെയ്യുവാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ഒരു വ്യത്യസ്തമായ സോപ്പ് മഞ്ചിഷ്ടയും മിൽക്കും ചേർത്തുകൊണ്ടുള്ള ഒരു ആർട്ടിസണൽ സോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ പേര് TJ വർഗീസ്. ഗ്രീൻ വിങ്സ് ആർട്ടിസണൽ സോപ്പ് മേക്കിംഗ് യൂണിറ്റിൻ്റെ ഫൗണ്ടറാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ സോപ്പ് മേക്കിങ്ങിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അത് വ്യത്യസ്ത ഇനത്തിൽ കോൾഡ് പ്രോസസ് സോപ്പിൽ തന്നെ വ്യത്യസ്ത ടൈപ്പുകളിലുള്ള സോപ്പ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള കോസ്മെറ്റിക്സിലും നമ്മൾ അതിൻ്റെ R&Dയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടൊപ്പം തന്നെ നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ്ങുകൾ പേഴ്സണൽ ആയിട്ടുള്ള കോച്ചിങ് ആണ് കൊടുക്കുന്നത്, 1-to-1 ആയിട്ട്. ഓൺലൈൻ കോഴ്സുകളാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർക്ക് ഈ കോഴ്സ് ആക്സസിബിൾ ആണ്. പേഴ്സണൽ കോച്ചിങ് കൊടുക്കുന്നത് കൊണ്ട് വളരെ ആഴത്തിൽ ഇത് പഠിക്കുകയും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അവർക്ക് ഉപയോഗിച്ച് അത് പാഷനാക്കിയായിട്ട് അത് ബിസിനസ് ആക്കണമെങ്കിലും ഏതു തരത്തിൽ വേണമെങ്കിലും അതിനെ അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ മഞ്ചിഷ്ട സോപ്പോ അല്ലെങ്കിൽ മിൽക്ക് സോപ്പോ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഇത് മഞ്ചിഷ്ടയും മിൽക്കും ഒരു സോപ്പിൽ തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻഫ്യൂസ് ചെയ്ത മഞ്ചിഷ്ട ഓയിലാണിത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സോഫ്റ്റ് ഓയിലുകളുമുണ്ട്. ഇപ്പം ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ. അതിലോട്ടാണ് നമ്മൾ ഈ മൊറോക്കൻ റെഡ് ക്ലേ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ നിർത്തട്ടോ? നിർത്താം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിലും ക്ലേയും എല്ലാം കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇനിയും ലൈവ് സൊല്യൂഷൻ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗ്ലാസ് ബൗൾ കവിഞ്ഞു പോകും എന്നതുകൊണ്ട് നമ്മൾ ഇത്തിരി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഈ ഇരിക്കുന്നതൊക്കെ ഏതാണ്? മഞ്ചിഷ്ട തന്നെ? ഇതെല്ലാം മഞ്ചിഷ്ട തന്നെ. കാരണം നമുക്കത് ഓർഡർ ബേസ് അനുസരിച്ച് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് ഇതെല്ലാം. ഇതിൽ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് ബാലൻസുകളാണ് ഇരിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ റെഡ് സാൻഡൽ വുഡ് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്, ടർമറിക് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നീം ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ നമുക്ക് കാണാം, ആ റാക്കിൽ തന്നെ ഉണ്ടല്ലോ. ഇതിപ്പം 88.5, ഇത് ഫാരൻഹീറ്റ് ആണ്, ഇത് 86. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു 5 ഡിഗ്രി ഡിഫറൻസിൽ മാത്രമാണ്. അതറിയാമല്ലോ, നമ്മൾ പഠിച്ചാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇതൊന്ന് ഉറപ്പ് വരുത്തുന്നു മാത്രമേ ഉള്ളൂ. വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് തലേന്നെ കലക്കി വെച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് നോക്കേണ്ട കാര്യമില്ല. റൂം ടെമ്പറേച്ചറിലേക്ക് രണ്ടും ആയി പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ലൈവ് സൊല്യൂഷൻ ഒഴിക്കാം. ഇത് ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഒഴിക്കുകയാണേ. മഞ്ചിഷ്ട മാത്രമാണ് നമ്മൾ ഒരു ലെയറായിട്ടാണ് മഞ്ചിഷ്ട നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മിൽക്ക് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ ഡിസൈൻ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകണം സ്പൂൺ കൊണ്ട്. ഓക്കെ രഞ്ജിനി, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബാച്ച് ചെയ്യുന്നത് അല്ലേ? വീട്ടിൽ 1 കിലോ മാക്സിമം പോയ 1 കിലോയ്ക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ മഞ്ചിഷ്ടയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാം. ഇനി ചേർക്കാൻ പോകുന്നത് സോഫ്റ്റ് ഓയിലിലേക്ക്, അതായത് ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ തുടങ്ങിയ സോഫ്റ്റ് ഓയിലുകളിലേക്ക് നമ്മൾ കലാമിൻ ക്ലേ ചേർക്കുകയാണ്. അത് നമുക്ക് പാലൊരു ലൈറ്റ് റോസ് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചേർക്കുന്നത്. നാച്ചുറൽ ക്ലേ തന്നെയാണ്. സാർ ഇതിപ്പോൾ എന്ത് മിൽക്കാണ്? ഇത് നമ്മൾ കൗ മിൽക്കായി ചേർക്കുന്നത്.
നമ്മൾ സോഫ്റ്റ് ഓയിലിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കലാമിൻ ക്ലെയിനി പാലിലേക്ക് ഒഴിക്കുക കേട്ടോ. ലൈവ് സൊല്യൂഷൻ ഒഴിക്കുകയാണേ. ഇത് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇത് ഒഴിക്കുന്നത്. ഇനി ഒഴിക്കുകയാണേ. ഇത് നമ്മൾ എന്തിനാണ് ടാപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എയർ ബബിൾസ് നമ്മൾ ഇതിനകത്തൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിസൈനിൻ്റെ ഉള്ളിലേക്ക് ഇതിനകത്ത് പരമാവധി ഇത് ഇറങ്ങി ചെന്ന് എയർ ഹോൾസുകളൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇത് ഇന്നലെ ഉണ്ടാക്കിയ സോപ്പാണ്. ഓക്കെ. ഇന്ന് നമ്മൾ ഇത് തന്നെയാണ് ഇവിടെ വീണ്ടും അത് തന്നെ ഉണ്ടാക്കിയിരിക്കുക. കാരണം സാധാരണഗതിയിൽ ഞാൻ ആർട്ടിസണൽ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് മുകളിൽ ഡിസൈൻ ചെയ്യാറുണ്ട്, എന്തെങ്കിലും ഒരു ഡിസൈൻ മുകളിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മളത് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇൻസൈഡിൽ നമ്മൾ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പം അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു മനോഹരത കാണാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഇത് 24 hours കഴിയാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സ്ലാബ് മോൾഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കോൾഡ് പ്രോസസ് സോപ്പ് പല മോൾഡുകൾ ചെയ്യും. ഇത് സ്ലാബ് മോൾഡാണ്. ഇതാണ് നമ്മുടെ ഒരു ബാർ. ഇതാണ് നമ്മൾ ആ സ്പൂൺ കൊണ്ട് ചെയ്ത ഡിസൈൻ. ഇത് മൾട്ടി വയർ കട്ടറാണ്. നമുക്ക് 2 ടൈപ്പ് കട്ടർ ഇവിടെയുണ്ട്. ഇത് മൾട്ടി വയർ കട്ടറാണ്. എന്ന് വെച്ചാൽ ഒരു സമയം ഈ ഒരു ബാറിനകത്ത് നിന്ന് നമുക്കൊരു 10 സോപ്പ് നമുക്ക് ഒരേ സമയം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് സിംഗിളായിട്ട് ഓരോന്നോരോന്നേ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് തന്നെയുമല്ല കറക്റ്റ് യൂണിഫോമിലായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ബാർ. ഈ ബാറിനെ നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിൻ്റെ സൈസിലേക്ക് മാറ്റി കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു 2.5 വർഷമായിട്ട് ഗ്രീൻ വിക്സിൻ്റെ സോപ്പാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ യാതൊരു സോപ്പുകളും ഞാൻ യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പം അതിൻ്റെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്കതിൽ നിന്നുണ്ടായത്, ആ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ഫ്രഷ്നെസ്സും സ്കിന്നിന് വളരെ ഒരു സ്മൂത്ത് ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. സ്കിൻ ഒരിക്കലും റഫായിട്ട് എനിക്ക് തോന്നാറില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഏതൊരു സോപ്പിനെക്കാട്ടിലും വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് പുള്ളി അതിനകത്ത് ചേർക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു ആ ഒരു ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത്. കോൾഡ് പ്രോസസ് മേഖലയിലെ പുതിയൊരു ഇന്നൊവേഷനാണിത്. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഉണ്ടാക്കിയ സോപ്പായത്. ഇത് ഷിയ ബട്ടറും കൊക്കോ ബട്ടറും അതുപോലെ തന്നെ ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും സോഫ്റ്റ് ഓയിലുകളും ഹാർഡ് ഓയിലും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ സോപ്പായത്. ഇതിനെ നമ്മൾ പ്രോപ്പർ ക്യൂറിങ് കഴിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരു ആർട്ടിസണൽ സോപ്പ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ബേസിക് നമ്മൾ ചാർക്കോളാണ്, ബാംബു ചാർക്കോളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കളറിന് പകരമായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് കോൾഡ് പ്രോസസ് സോപ്പ് വേഗം അലിഞ്ഞു തീരുന്നു അല്ലെങ്കിൽ തേഞ്ഞു തീരുന്നുള്ളൂ. അതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്നത്. തേയ്മാനം വളരെ കുറവാകും, pH വളരെ ബാലൻസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ എല്ലാ തരം സ്കിന്നുകാർക്കും ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോപ്പുമായിരിക്കും. എല്ലാറ്റിനും ഉപരി ഈ സോപ്പ് കാണാൻ വളരെ മനോഹരമായിരിക്കും. ഇത് നമ്മൾ ഇന്നുണ്ടാക്കിയ ആർട്ടിസണൽ സോപ്പാണ്. ഇത് 24 hours കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇതേ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സർവീസുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. രണ്ടാമത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മുടേതായ തന്നെ ലേബലിൽ ഗ്രീൻ വിങ്സ് എന്ന ബ്രാൻഡിൽ നൽകുന്നുണ്ട്. അതുപോലെ മറ്റുള്ള ബ്രാൻഡുകാർക്കും ഇവിടുന്ന് റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.